പ്രേക്ഷകരെ, ബീഹാറിൽ മാത്രമെന്നാണ് നമ്മൾ കരുതിയത് എന്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. പക്ഷേ അങ്ങനെയല്ല എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചന നൽകിയിരുന്നു. രാജ്യമൊട്ടാകെ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. വളരെ വേഗത്തിലാക്കാൻ പോകുന്നു അത്രേ. SIRന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കും. അപേക്ഷാ ഫോം വിതരണം ഒക്ടോബറിൽ തുടങ്ങും. ആധാറൊക്കെ കയ്യിലുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന്റെ രേഖകളൊക്കെ കയ്യിലുണ്ടല്ലോ, സൂക്ഷിച്ചു വെച്ചോളൂ, ആവശ്യം വരും. അന്തിമ വോട്ടർ പട്ടിക 2026 ജനുവരിയിൽ പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നമ്മുടെ സംസ്ഥാനത്തടക്കം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ബീഹാർ മോഡലിലുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വരാൻ പോകുന്നു, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി വേഗത്തിലാക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ആദിൽ പാലോട്. ഉറപ്പായും വേഗത്തിലാക്കുകയാണ്. 2026 ജനുവരി മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാകും വിധമുള്ള നടപടിക്രമങ്ങളാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനത്തിലാണ്. ആസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അതിനിർണായകമായ യോഗം ഇവിടെ നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ ഓഫീസിലാണ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരോട് എല്ലാ തയ്യാറെടുപ്പുകളും ഈ മാസം 30-നകം പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അരുൺകുമാർ പ്രേക്ഷകരോട് ചോദിച്ചു ആധാർ ഉണ്ടോ എന്ന്. ആധാർ പറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ആധാറും റേഷൻ കാർഡും മറ്റ് വോട്ടർ ID ഒന്നും പറ്റില്ല ബീഹാറിൽ എന്നതായിരുന്നു ബീഹാറിൽ എടുത്ത നിലപാട്. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടാണ് ആധാർ കാർഡ് പരിഗണിച്ചുകൂടെ എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ടി വന്നത്. ആ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഏതൊക്കെ രേഖകളാണ് പരിഗണിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു പട്ടിക ഓരോ സംസ്ഥാനത്തും പ്രത്യേകം താമസം സ്ഥിരീകരിക്കുന്ന, പൗരത്വമൊക്കെ സ്ഥിരീകരിക്കുന്ന പ്രത്യേക രേഖകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രേഖകൾ മുന്നോട്ട് വന്നാൽ അങ്ങനെയുള്ള രേഖകൾ ഒരു ലിസ്റ്റാക്കി നൽകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതൊരു അപേക്ഷയായി BLOമാർ വഴി വോട്ടർമാർക്ക് കൊടുക്കുകയാണ് ബീഹാറിൽ ചെയ്ത രീതി. അതേ രീതി തന്നെ രാജ്യമാകെ അവലംബിക്കാനുള്ള നിർദ്ദേശമാണ് ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. BLOമാർ വഴി നമുക്കൊക്കെ ഓരോ ഫോമുകൾ കിട്ടും, അപേക്ഷാ ഫോമുകൾ കിട്ടും. പിന്നീട് അത് പൂരിപ്പിച്ച് ഒരു മാസത്തിനകം തിരിച്ചു നൽകുക, ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. വൈകാതെ ഒരു മാസത്തിനുള്ളിൽ എല്ലാ പരിഹാരങ്ങളും തീർത്ത് എല്ലാ പരാതികളും തർക്കങ്ങളും പരിഹരിച്ച് ഒരു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അത് 2026 ജനുവരിക്ക് മുമ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റേത്, ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ബംഗാളിൽ വരാനുണ്ട്, തമിഴ്നാട്ടിൽ വരാനുണ്ട്, പുതുച്ചേരിയിൽ, അസമിലൊക്കെ വരാനുണ്ട്. ഇവിടെയൊക്കെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ചായിരിക്കും നടക്കുക എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം, സമയക്രമം ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. പൗരത്വം തെളിയിക്കുന്ന രേഖകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള രേഖകളൊക്കെ എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാൻ ഉള്ളതും. ഏതായാലും അരുൺകുമാർ, വലിയ വിമർശനവും പ്രതിഷേധവും, ബീഹാറിൽ വലിയ വിമർശനവും പ്രതിഷേധവും ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് തിടുക്കപ്പെട്ടുള്ള ഈ നീക്കം. വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം.